ഓപ്പൺ ടേസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് തയ്യാറാക്കുന്നത് വെള്ളരിക്ക ഉപയോഗിച്ച് നല്ലൊരു പുളിശ്ശേരി കറിയാണ്. വളരെ സിമ്പിളായി വേഗത്തിൽ തന്നെ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഒരു വെള്ളരിക്കയുടെ പകുതിയാണ് ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത്. പുറം തൊലി കളഞ്ഞ് ഇത് ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത് നമുക്കെടുക്കാം. ഇതിൽ ചേർക്കാനായി 1/4 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതോടൊപ്പം 2 പച്ചമുളക്, ജീരകം, മഞ്ഞൾപ്പൊടി, കൂടാതെ 1 കപ്പ് പുളിയുള്ള തൈര്. ഇനി വെള്ളരിക്ക വേവിച്ചെടുക്കാം. അതിനായി ഒരു മൺചട്ടിയിലേക്ക് വെള്ളരിക്ക ഇടാം. അതിനോടൊപ്പം തന്നെ 2 പച്ചമുളക് കീറിയിടാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി 1/2 സ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് നമുക്ക് ഇതിന് വേവിക്കാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് വേവിക്കാനായി അടുപ്പത്തേക്ക് വെക്കാം. ഇനി മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1 സ്പൂൺ ജീരകപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കാം. വെള്ളരിക്ക വേകാനായി നമ്മൾ 5 മിനിറ്റ് എടുത്തിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. 1 ഗ്ലാസ് വെള്ളം നമുക്ക് ഇതിലേക്ക് ചേർക്കാം. തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ ഇതിനെ തുടർച്ചയായി നമ്മൾ ഇളക്കി കൊടുക്കണം. തേങ്ങയുടെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. തിളയ്ക്കാൻ പാടില്ല. ഏകദേശം 1-2 മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്തതിന് ശേഷവും വീണ്ടും നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇതും തിളയ്ക്കാൻ പാടില്ല. ഈ സമയത്ത് തീ ഒരു ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം. ഇപ്പോൾ നമ്മുടെ കറി ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. മറ്റൊരു പാൻ നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം. അതിലേക്ക് 3 സ്പൂൺ എണ്ണ ഒഴിച്ച് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 5 ചെറിയ ഉള്ളി നമുക്ക് അരിഞ്ഞിടാം. ഇതിനെ ഒന്ന് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാം. അല്പം കറിവേപ്പില കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ ഉള്ളി ഒന്ന് ചുവന്ന് കിട്ടുന്നത് വരെ നമുക്ക് വഴറ്റാം. അതോടൊപ്പം തന്നെ 2 വറ്റൽമുളക് കട്ട് ചെയ്ത് ചേർക്കാം. ഉള്ളിയൊക്കെ നല്ലതുപോലെ ചുവന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഇനി ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. ഇത് കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിനെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. താളിച്ചൊഴിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്കിത് കലക്കണ്ട. ഒരല്പം നേരം കഴിഞ്ഞ് നമുക്കിതിനെ കലക്കിയെടുക്കാം. ഈ സമയത്ത് ഞാൻ ഇത് ഒഴിച്ചതിന് ശേഷം അടച്ചു വയ്ക്കാം. 2 മിനിറ്റിന് ശേഷം ഇത് തുറന്ന് നമുക്കൊന്ന് കലക്കി കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെള്ളരിക്ക പുളിശ്ശേരിയാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. ചോറിനോടൊപ്പം ചേർത്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു പുളിശ്ശേരി കറിയാണിത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്